ഗസയിൽ കണ്ണില്ലാത്ത കൊടും ക്രൂരത തുടരുന്ന ഇസ്രായേലിന് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി. ഹമാസ് ഒരു ആശയമാണ്, അവരെ ഇല്ലാതാക്കണമെന്ന് കരുതുന്നത് വെറുതെയാകും. ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇസ്രായേൽ സർക്കാർ ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഹമാസ് ഗസയിൽ തുടരുമെന്നും ഹഗാരി പറഞ്ഞതായി ഇസ്രായേലിനെ ചാനൽ 13 റിപ്പോർട്ട് ചെയ്തു. ഹഗാരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്ത് വന്നിട്ടുണ്ട്. ഹമാസിൻ്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസ്താവനയിൽ അവകാശപ്പെടുന്നു. ഗസയിൽ ഇസ്രായേൽ നരനായിട്ട് 8ാം മാസവും അയവില്ലാതെ തുടരുകയും 37,000-ലേറെ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തിട്ടും തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിന് ആയിട്ടില്ല എന്നിരിക്കെയാണ് ഭരണകൂടത്തിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. ഗസയിലുള്ള എല്ലാ ബന്ദികളെയും സൈനിക നടപടിയിലൂടെ തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് ഹഗാരി കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിൻ്റെ പുതിയ പ്രസ്താവന വരുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നത് ഭിന്നത വർദ്ധിച്ചതിൻ്റെ തെളിവാണ്. ഹമാസിനെ ഇല്ലാതാക്കാനാവില്ലെന്നും ഇസ്രായേൽ തോൽവിയുടെ വക്കിലാണെന്നും ഇസ്രായേലിനകത്തു നിന്ന് തന്നെ പലരും വാദിക്കുന്നുണ്ട്. ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിൻ്റെ സമീപത്തല്ലെന്ന് ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സിൻ്റെ സൈനികകാര്യ വിദഗ്ധനായ അമോസ് ഹാരേൽ ചൂണ്ടിക്കാട്ടി. ഗസയിലെ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇളവുകളോടെയുള്ള കരാറിലെത്തിയാൽ മാത്രമേ സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗസയിൽ ഇസ്രായേൽ സൈന്യം കടുത്ത തിരിച്ചടിയാണ് നേരിടുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. റഫേൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെ വൻ പ്രത്യാക്രമണമാണ് ഹമാസ് നടത്തുന്നത്. തെൽ അൽ സുൽത്താൻ മേഖലയിൽ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ച് അൽ ഖസാം ബ്രിഗേഡ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി. റഫേലെ അൽ ജവാസാത്ത് റൗണ്ട് അബൌട്ടിന് സമീപം അൽ യാസീൻ 105 റോബോട്ട് ഉപയോഗിച്ച് ഇസ്രായേലി മെർക്കാവ ടാങ്കിന് നേരെയും ആക്രമണം അയച്ചുവിട്ടു. നെറ്റ്സാലിമിൽ ഇസ്രായേലി സൈന്യത്തെ ആക്രമിക്കുന്നതിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിൻ്റെ സായുധ വിഭാഗമായ അൽ ഖുദുസ് ബ്രിഗേഡ്സും ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം ശക്തമാക്കി. ഒക്ടോബർ 7-ന് ശേഷമുള്ള യുദ്ധത്തിൽ ഇതുവരെ 662 സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ അധിനിവേശ സൈന്യം ബുധനാഴ്ച പുറത്തുവിട്ട കണക്ക് പറയുന്നത്. 3860 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 1947 പേർക്ക് കരയാക്രമണത്തിലാണ് പരിക്കേറ്റത്. 378 പേരുടെ പരിക്ക് ഗുരുതരമാണ് താനും. 239 പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. ഇതിൽ 25 കേസുകൾ അതിഗുരുതര വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ഇസ്രായേൽ അധികൃതർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കണക്കാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 7-ന് ശേഷം 20,000-ഓളം സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേലിലെ ചാനൽ 12-ന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വലിയ പ്രത്യാക്രമണം നേരിടുന്നതിനാൽ പലരും സൈന്യത്തോടൊപ്പം ചേരാൻ മടിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു വാർത്ത. കൂടാതെ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവരും യുദ്ധത്തിൽ പോകാൻ നിർദ്ദേശിച്ചവരും ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും നിരവധിയാണ്. ഗസയിൽ യുദ്ധം ചെയ്യുന്ന സൈനികർ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 10,000-ലധികം കരുതൽ സൈനികരാണ് മാനസിക ആരോഗ്യ ചികിത്സ തേടിയെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഫ്ഗാസിം എന്ന സംഘടനയും ചൂണ്ടിക്കാട്ടുന്നു. ഗസയ്ക്ക് പുറമെ വടക്കൻ ഇസ്രായേലിലും സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് ലഭിക്കുന്നത്. ലെബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയാണ് ഇവിടെ നിരന്തരം ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിൻ്റെ വിഖ്യാത പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ വരെ ഇവർ ആക്രമിച്ചു തകർത്തിരുന്നു. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലത്തെ മധ്യസ്ഥ ചർച്ചകളും ഫലം കാണാതെ പോയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ആക്രമണവും പ്രത്യാക്രമണവും വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല. അപ്പോഴും മറുവശത്ത് ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ പ്രതിഷേധം കനക്കുകയാണ് എന്നതും ചേർത്തു പറയേണ്ട കാര്യമാണ്.